ഹോസ്പിറ്റൽ കോറിഡോറിൽ പിടയുന്ന നെഞ്ചോടെ തന്റെ താരിയിൽ അമർത്തി പിടിച്ചവൾ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഓരോന്ന് ഓർക്കും തോറും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോക്ടർ, ആദിക്ക് എങ്ങനെയുണ്ട്? റൂമിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയതും ആകുലതയോടെ മുത്തശ്ശൻ ചോദിച്ചു. ചെറിയ മുറിവുകളേ ഉള്ളൂ, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കയ്യിൽ പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? കയറി കണ്ടോളൂ, ഡോക്ടർ പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറി. റൂമിലേക്ക് കയറാൻ നിന്ന നന്ദയും ആരും കാണാതെ രാധിയെ കയ്യിൽ പിടിച്ച് വലിച്ചു മാറി നിന്നു. എവിടെയാടി ചാടിത്തുള്ളി പോകുന്നേ? രാധിക ദേഷ്യത്തോട് അവളോട് ചോദിച്ചു. നന്ദ അവരെ മനസ്സിലാവാതെ നോക്കി. ഡോക്ടറെ കാണാൻ. കരഞ്ഞുകൊണ്ട് അവൾ മറുപടി നൽകി. എന്തിനാ അവനെ കൊല്ലാനോ? ഇനി അവന്റെ ജീവിതത്തിൽ നീ കടിച്ചു തൂങ്ങിന്ന അവനാ ദോഷം. അവൻ കുറച്ചാലും കൂടി സന്തോഷത്തോടെ ഈ ഭൂമിയിലൊന്ന് ജീവിച്ചോട്ടെ. നിന്നെ പോലെ ജാതക ദോഷമുള്ള ഓരോന്ന് കാരണം എന്റെ കൊച്ചി കിടക്കുന്നുണ്ടില്ലേ? രാധിക കള്ളക്കണ്ണീരോടെ പറഞ്ഞു. നന്ദ ഭിത്തിയിലേക്ക് ചേർന്ന് തളർന്ന് താഴേക്കിരുന്നു. മുട്ടുകാലിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ശാപം പിടിച്ച ജന്മം, എവിടെയെങ്കിലും പോയി തൊലേ. ആദ്യമോന്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് നീ വരരുത്. അവളെ തള്ളി മാറ്റി രാധിക അവിടുന്ന് പോയി. കരഞ്ഞു തളർന്ന നന്ദ അവിടെ ഇരുന്നു. കുറച്ചുനേരം അവിടെ ഇരുന്നു എന്തോ തീരുമാനിച്ചുറപ്പിച്ചവൾ പുറത്തേക്ക് പോയി. മോനെ, എന്താടാ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് പാടില്ലാന്ന്. ആദിയുടെ നെറ്റിയിലെയും കയ്യിലെയും മുറിവിൽ തലോടി വൈഷ്ണവി സങ്കടത്തോടെ പറഞ്ഞു. അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ആദിയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. ദേവയുടെ? അവൻ അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? മുത്തശ്ശി പറഞ്ഞു. ആദിയിലൊരു ഭയമുണ്ടായി. ആമി, നീ ഒന്ന് നോക്കിയിട്ട് വന്നേ. ആദി പറഞ്ഞു. ആമി പുറത്തേക്ക് ഇറങ്ങി. അവിടെയെല്ലാം നന്ദയെ അന്വേഷിച്ചു. അവിടെയെങ്കിലും അവളെ കണ്ടില്ല. ഈ ഏടത്തി ഇതെവിടെ പോയി? അതും ആലോചിച്ച് ആമി താഴേക്കുള്ള സ്റ്റെപ്സ് ഇറങ്ങാൻ പോയപ്പോഴാണ് പിന്നിൽ നിന്ന് രാധികളെ വിളിച്ചത്. നീ ഇതെവിടെ പോവാമി? ഏടത്തി ഇവിടെ ഒന്നും കാണാനില്ല. അവള് താഴെ ഏതോ ചെറുക്കനായിട്ട് സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആമി ഒരു സംശയത്തോട് ചോദിച്ചു. ആർക്കറിയാം, ചിരിച്ചൊഴിഞ്ഞ് താഴെ നിൽക്കുന്നത് കണ്ടു. അവളിനി അവന്റെ കൂടെ പോയി കാണും. അമ്മ ഇനി ഓരോന്ന് പറഞ്ഞ ആദ്യമായിട്ട് പ്രാന്ത് പിടിപ്പിക്കണ്ട. വീട്ടിൽ വെച്ച് അമ്മ പറഞ്ഞൊക്കെ ആദ്യമായിട്ട് അറിഞ്ഞ എന്ത് ചെയ്യുന്ന ഓർത്തു നോക്കുന്നതല്ലായിരിക്കും. ഞാനതിന് കള്ളൊന്നും പറഞ്ഞില്ലല്ലോ, സത്യമല്ലേ അതൊക്കെ? അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. അതും പറഞ്ഞ് ആമി താഴേക്ക് പോയി. അവിടെയെല്ലാം നന്ദയെ അന്വേഷിച്ചു. ഈ സമയം ടെൻഷനോടെ റൂമിലിരിക്കായിരുന്നു ആദി. ദേവ് വിടാമി? റൂമിലേക്ക് ആയിരുന്ന ആമിയെ നോക്കി ആദി ചോദിച്ചു. ഇവിടെയും കാണാനില്ല ഏട്ടാ, ഞാൻ എല്ലായിടത്തും നോക്കി. കാണാനില്ലെന്നോ? നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു ഇത്രയും സമയം? അവൻ ദേഷ്യത്തോടെ ആരൊരു ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മോനെ, എന്ത് ഈ ചെയ്യുന്നു? ഇവിടെ കിടക്ക്. വൈഷ്ണവി അവന്റെ കയ്യിൽ പിടിച്ചത് ആദ്യ കൈകൾ തട്ടിമാറ്റി പുറത്തേക്ക് പോയി. ആദി, നീ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, എന്റെ പെണ്ണിനെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യത്തോടെ ടേബിളിൽ നിന്ന് ഗ്ലാസ് വലിച്ച് താഴേക്ക് ഇട്ട് ഫോണെടുത്ത് അവൻ പുറത്തേക്ക് നടന്നു. നടക്കുമ്പോൾ കാൽമുട്ടി ചെറുതായി വേദനിച്ചെങ്കിലും ആദ്യം ഒന്നും കാര്യമാക്കിയില്ല. അവന്റെ കണ്ണുകൾ അവിടെ മൊത്തം അവളെ തേടി. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. താഴെ അവളെ കണ്ടില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ കണ്ട് അവൻ ഫോൺ ഓപ്പൺ ചെയ്ത് നന്ദയുടെ ഫോട്ടോ അയാൾ കാണിച്ചു. ഈ കുട്ടിയെ കണ്ടോ? മേഡം കുറച്ചു നേരം മുമ്പ് കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് സാർ. കരഞ്ഞോണ്ടോ? പെട്ടെന്ന് എന്തുപറ്റി? ആദ്യം സംശയത്തോടെ നിന്നിട്ട് ഫോൺ എടുത്ത് മോഹനെ വിളിച്ചു. അച്ഛാ, നന്ദ അവിടെ എത്തിയോ? ഫോൺ എടുത്തു ആദ്യം ചോദിച്ചു. ഇല്ല മോനെ, ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സാധനം എടുക്കാൻ മാർക്കറ്റിൽ വന്നാ. ഓക്കെ അച്ഛാ, ഞാൻ വിളിക്കാം. ആദ്യം ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഒരു ഓട്ടോ വിളിച്ച് നന്ദയുടെ വീട്ടിലേക്ക് പോയി. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ അവളുടെ കൈകൾ താലിയിൽ മുറുകിയിരുന്നു. ഓരോന്നോർത്ത് അവൾ കരഞ്ഞുപോയി. ഓട്ടോ ഡ്രൈവർ അവളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് സാരി തുമ്പെടുത്ത് അവൾ വായിലേക്ക് വെച്ച് ശബ്ദം പുറത്തു വരാതെ വിങ്ങിപ്പൊട്ടി. കൊച്ചേ, പറഞ്ഞ സ്ഥലത്തി. പെട്ടെന്ന് നന്ദ മുഖം അമർത്തി തുടച്ച്. അപ്പോഴാണ് കാശില്ലെന്ന് അവൾ ഓർത്ത്. അവൾ ഓട്ടോക്കാരൻ്റെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. മുൻവാതിൽ ലോക്കായിരുന്നു. അച്ഛൻ കടയിൽ പോയി കാണും. ചെടിച്ചട്ടിയിൽ നിന്ന് കീ എടുത്ത് ഡോർ വന്നവൾ അകത്തേക്ക് കയറി. റൂമിൽ പോയി കാശെടുത്ത് ഓട്ടോക്കാരന് കൊടുത്തു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഫ്രണ്ട് ഡോർ അടച്ച് റൂമിലേക്ക് കയറി കട്ടിലേക്ക് വീണു. അവളുടെ കണ്ണുകൾ ഒഴുക്കി വിട്ടു. ഉറക്കി ഉറക്കി അവൾ കരഞ്ഞു. പറഞ്ഞ ക്യാഷ് ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി തന്നെ ഈ നാട്ടിൽ കണ്ടുപോരുത്. ഇല്ല മേഡം, ഞാൻ ഇന്ന് തന്നെ ആസാമിലേക്ക് പോവാണ്. ഒന്ന് അമർത്തി മൂളി പ്രീതി ഫോൺ കട്ട് ചെയ്തു. ഡി, നമ്മളാണ് ആക്സിഡന്റ് പിന്നിലെന്ന് ആദ്യം അറിഞ്ഞ പ്രശ്നമാവില്ലേ? അടുത്തിരുന്ന പൂജ പേടിയോടെ ചോദിച്ചു. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പൂജ, പേടിയാണെങ്കിൽ പോയിക്കൊള്ളാം. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ആദ്യം ഒരിക്കലും അറിയില്ല, അതിനുള്ളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ആക്സിഡന്റ് കൊണ്ട് കുറച്ച് ഗുണമുണ്ടായി. ആ പെണ്ണിനെ കാണാനില്ല. രാധികാരൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ആദിയുടെ ജീവിതത്തിൽ നിന്ന് അവളിനി ഒഴിഞ്ഞു പോയിക്കോളൂ. ഒഴിഞ്ഞു പോയാ അവൾക്ക് കൊള്ളാം, പ്രീതി പുച്ഛത്തോടെ പറഞ്ഞു. പൂജ അവളെ നോക്കി പുറത്തേക്ക് പോയി. പ്രീതി ഫോൺ ലോക്ക് മാറ്റി ഗാലറി ഓപ്പൺ ചെയ്ത് ആദിയുടെ ഒരു പിക്ക് എടുത്തു. ഐ ലവ് യു ആദി.
അതും പറഞ്ഞ് ഫോട്ടോയിൽ അവന്റെ മുഖത്ത് അവൾ അമർത്തി ചുംബിച്ചു. ചെറിയ മുറിവ് പറ്റിയല്ലേ, സോറി ആദി. നിനക്ക് ചെറിയൊരു മുറിവ് പറ്റുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്റെ ഇന്നലത്തെ അവസ്ഥ അത് നിർബന്ധിതയാക്കി. നീ അവളുമായിട്ട് ശരീരം പങ്കുവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിനാണ് ഈ ആക്സിഡന്റ്. നിന്റെ നഗ്ന ശരീരം കാണേണ്ടതും ചേരേണ്ടതും എന്നിലാണ്, എന്നിൽ മാത്രം. ഒരു പ്രത്യേക ഭാവത്തോടെ പറഞ്ഞ കട്ടിലേക്ക് ചാരി അവളുടെ ഓർമ്മകൾ ഇന്നലത്തെ ദിവസത്തിലേക്ക് പോയി. റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ പ്രീതി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നന്ദയും ആദിയും തമ്മിൽ പിരിക്കണമെന്ന ചിന്ത അവളെ കടന്നുകൂടി. പെട്ടെന്ന് പ്രീതി അവളുടെ ഫ്രണ്ട് റോസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾ പറഞ്ഞതാണ് ആക്സിഡന്റ് പ്ലാൻ. റോസ് തന്നെ ഒരാളെ ഏർപ്പാടാക്കി കൊടുത്തു. പിന്നെ ആദി വീട്ടിൽ നിന്ന് പുറത്തിയാടിക്കാനേ ആലോചിച്ചു. ആശുപത്രിയിൽ നിന്ന് ഫോം വിളിച്ച് എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദി ഉറപ്പായും വരുമെന്നറിയാം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു പർദ്ദ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആരും തിരിച്ചറിയാതിരിക്കാൻ അതിട്ടാണ് അവൾ പോയത്. പക്ഷെ അങ്ങനെ ഒരു കള്ള അവൾക്ക് പറയേണ്ടി വന്നില്ല. ഒരു സീരിയസ് കേസ് വന്നു. ആഗ്രഹപ്രകാരം ആദ്യം തന്നെ ആശുപത്രിക്കാർ വിളിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ആദ്യം ആശുപത്രിയിലെത്തി. പ്രീതി വിളിച്ച പ്രകാരം റോസ് ഏർപ്പാടാക്കിയ ആള് ഹോസ്പിറ്റലിന് പുറത്തു വന്നു. തിരിച്ചു പോകാൻ നേരം ആദിയുടെ കാറ് പണിയുന്നതിനാൽ ആശുപത്രിയിലെ ഒരു സ്റ്റാഫിന്റെ ബൈക്കിലാണ് ആദി വീട്ടിലേക്ക് പോയത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചെറിയൊരു ആക്സിഡന്റ്, അത്രേ ആകുള്ളൂ. എല്ലാം പറഞ്ഞേൽപ്പിച്ച് പ്രീതി അവിടുന്ന് മാറി. ആദി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും അയാളുടെ കാറും ആദിയുടെ ബൈക്കിന്റെ പുറകിലായി പിന്തുടർന്നു. പുറകിൽ കാർ വരുന്ന ശ്രദ്ധിച്ച ആദി ബൈക്ക് സൈഡിലാക്കിയതും ആ കാറ് ബൈക്കിലേക്ക് ഇടിക്കാനായി വന്നു. പെട്ടെന്ന് ആദി ബൈക്ക് വെട്ടിച്ചതും ബാലൻസ് പോയി അവൻ റോഡിലേക്ക് വീണു. പ്ലാൻ സക്സസ് ആയെന്ന് പ്രീതിക്ക് മെസ്സേജ് അയച്ച് കാർ ഓടിച്ചയാൾ അവിടുന്ന് പോയി. നീ എന്റെയാണ് ആദി. എല്ലാം ഓർക്കെ പ്രീതിയുടെ ചുണ്ടുകൾ ഉരുവിട്ടു. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് നന്ദ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കരഞ്ഞ് കരഞ്ഞ് അവളുടെ മുഖമെല്ലാം ചുമന്നിരുന്നു. അച്ഛൻ വന്നോ എന്നിങ്ങനെ കണ്ട അച്ഛന് വിഷമം. അവൾ വേഗം പോയി മുഖൊന്ന് കഴുകി കണ്ണൊക്കെ തുടച്ചു. പിന്നെയും പിന്നെയും കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. ദാ വരുന്നു. അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നും കാണുന്നു. മുഖമെല്ലാം വലിഞ്ഞു മുറി നിൽക്കുന്ന ആദിയാണ്. അവന്റെ കയ്യിലെ പ്ലാസ്റ്ററും നെറ്റിയിലെ കെട്ടുമുക്കണ്ട അവൾ വിങ്ങിപ്പൊട്ടി. അവൻ ഡോറടച്ച് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിലെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവന്റെ ദേഷ്യം കണ്ട് പെട്ടെന്ന് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പേടിയോടെ അവനെ നോക്കി. ആദ്യ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ച് നന്ദ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. കട്ടിലിൽ നിന്ന് അവൾ എഴുന്നേൽക്കാൻ പോയതും അവന്റെ വലതുകരം അവളുടെ ഇടതുകളിൽ പതിഞ്ഞു. അടിയുടെ ശക്തിയിൽ അവൾ കട്ടിലേക്ക് വീണുപോയി. വായിൽ രക്തം കിരിഞ്ഞിറങ്ങിയതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരെ കാണാൻ ഇറങ്ങിയാടി ഒറ്റക്ക്? ആദ്യം അലറി പറഞ്ഞു. നന്ദ പേടിച്ചുപോയി. പറയടി, ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നെന്തിനാ? മനുഷ്യന് മനസ്സമാനം തരില്ലേ? ദേഷ്യത്തിൽ മേശയിലിരുന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അവൻ അലറി. ശാപം പിടിച്ച ജന്മം, മനസ്സമാനം തരില്ല. രാധികയുടെയും ആദിയുടെയും വാക്കുകൾ നന്ദയുടെ ചെവിയിൽ പിന്നെയും മുഴങ്ങി. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി അവൾ വരിഞ്ഞു മുറുക്കി. പറയാൻ ആദി വീണ്ടും അലറി. മനസ്സമാനം കിട്ടുന്നില്ലെങ്കിലേ എന്നെ ഉപേക്ഷിച്ചേക്ക്. നന്ദ ദേഷ്യത്തോടെ മറുപടി നൽകി. എന്താ പറഞ്ഞു? ആദി പകപ്പോടെ അവളെ നോക്കി. ഒരു നിമിഷം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവന്റെ നീലക്കണ്ണുകളിൽ നിഴലിച്ചിരിക്കുന്ന വേദന അവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സും വെന്തു നേറി. ആ വാക്കുകൾ കേട്ട ദേഷ്യത്തിലും വല്യമ്മയുടെ വാക്കുകൾ തീർത്ത ആഘാതത്തിലും പറഞ്ഞു പോയതാണ്. എന്റെ ജന്മം കാരണമല്ലേ അമ്മ മരണപ്പെട്ടത്. ഞാൻ കൂടെയുള്ളപ്പോൾ ഡോക്ടർ വല്ല സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലും ആവില്ല. അവൾ അവനെ അഭിമുഖീകരിക്കാനാവാതെ പെട്ടെന്ന് തിരിഞ്ഞെന്നു. ഡോക്ടർ എന്നെ ഉപേക്ഷിച്ചോളൂ. മനസ്സിന്റെ വിങ്ങലടക്കി അവൾ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കൈകൾ താരിയിൽ മുറുകി. ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. ഓരോ വാക്കും അവളുടെയും അവന്റെയും ഹൃദയത്തെ കീറി മുറിച്ച്. തന്റെ മുഖത്തേക്ക് നോക്കാൻ നിൽക്കുന്ന അവളുടെ മുഖം അവൻ ബലമായി അവന്റെ മുഖത്തിൽ നേർക്കാക്കി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ അവന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ഒരിക്കലും കണ്ണീർ വീഴ്ത്തരുതെന്നാണ് താൻ ആഗ്രഹിച്ചത്. ഒരു വേദനയും കൊടുക്കാതെ പൊന്നുപോലെ നോക്കണമെന്നും. പെട്ടെന്ന് അവളെ കാണാതായ ദേഷ്യത്തിനും ടെൻഷനിലും ആ അവസ്ഥയിൽ തല്ലിപ്പോയതാണ്. അവന്റെ കൈകൾ അവളുടെ കവിലായി തലോടി. മനസ്സുകൊണ്ട് അവൻ അവളോട് ക്ഷമയാചിച്ചു. അവളുടെ കരം അവന്റെ വലതു കൈയിൽ പിടുത്തമിട്ടതും അവൻ അവളെ രൂക്ഷമായി നോക്കി. അവൾ പേടിച്ച് കൈയെടുത്തു. അവന്റെ വലതു കൈ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. പെട്ടെന്ന് അവൾ പിന്നോട്ടാഞ്ഞു. ഇടുപ്പിലൂടെ അവളെ ചേർത്ത് നിർത്തി അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്തു. അവളുടെ ദേഹത്തേക്ക് അവൻ അമർന്നു നിന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവളുടെ എതിർപ്പുകളെല്ലാം വിഫലമായി. കഴുത്തിൽ കിടന്ന താലിമാല അവൻ ഉയർത്തി കാണിച്ചു. ഇതെന്താ? പറയടി, ഇതെന്താന്ന്? അവൾ മറുപടി പറയാത്തതുകൊണ്ട് അവൻ പിന്നെയും അലറി. താലിമാല. ഇതിന്റെ മഹത്വം നിനക്കറിയാമോടി? ഒരു ദിവസം പോലും തികഞ്ഞില്ല ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയിട്ട്. അപ്പോഴേക്കും അവിടെ ഒരു ഡയലോഗ്. ഞാൻ ദേഷ്യത്തിലെന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇതിന്റെ വില നിനക്കറിയാമോ? അറിയായിരുന്നെങ്കിൽ നീ എന്നോട് പറയായിരുന്നോ ഉപേക്ഷിക്കാൻ? വലിച്ച് പൊട്ടിക്കിട്ടത് ഞാൻ. അവളുടെ കണ്ണിൽ നോക്കിയാൽ ചോദിച്ചതും അവൾ ഞെട്ടിത്തരിച്ചു.
അവന്റെ കൈകളിൽ പിടിച്ചവൾ തടഞ്ഞു. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഹ, അതെന്ത് പറച്ചില്ല? നീയല്ലേ എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞേ? അപ്പൊ ഈ താലി പൊട്ടിച്ചിട്ടാവാം. അവൻ താലിയിൽ പിടിമുറുക്കിയതും അവൾ ബലമായി അവന്റെ കൈകൾ അതിൽ നിന്ന് വിടുവിച്ചാലും തള്ളി മാറ്റാൻ ശ്രമിച്ചു. അടങ്ങി നിൽക്ക് ദേവ, എന്റെ ഒരു കൈ വയ്യാണ്ടിരിക്കുക, കൂടുതൽ കുതറാതെ. അവൻ പറഞ്ഞു കേട്ടതും അവൾ പിടയാതെ അവന്റെ കൈകളിൽ അടങ്ങിയിരുന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്നെ വിട്. ഇടുപ്പിൽ പിടിച്ച കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചവൾ പറഞ്ഞു. എന്റെ മുഖത്തോട്ട് നോക്ക്. എന്റെ മുഖത്തേക്ക് നോക്കാനാ പറഞ്ഞേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ പേടിയോടെ അവനെ നോക്കി. പറ, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ കാരണം എന്താ? ആരോടും പറയാതെ ഇപ്പൊ ഇവിടേക്ക് വന്നതിന്റെ കാരണം? ഒന്നുമില്ല. കള്ളം പറയുന്ന എനിക്ക് ഇഷ്ടമല്ല ദേവ. നീ പറയുന്നുണ്ടോ? ദേഷ്യത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ടത് അവൾ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. പറ, നിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോന്ന് അവിടെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീയായിട്ട് പറഞ്ഞ അത്രയും നല്ലത്. അത് കേട്ടതും അവൻ അവളെ ഞെട്ടിത്തരിച്ച് നോക്കി. തന്നെ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ മനസ്സിലായി ആലോചിച്ച്. അവ പിന്നെയും ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല. ശരി, നീ പറയണ്ട. അവൻ അവളെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി. തറയിൽ പൊട്ടിക്കിടന്ന കുപ്പിയുടെ ചില അവന്റെ കാലിലേക്ക് തുളഞ്ഞു കയറി. അവൾ ആകുലതയോടെ അവനെ നോക്കി. ദേവേട്ട. അവൾ പെട്ടെന്ന് അവനെ ചേർത്ത് പിടിച്ച് ബെഡിലായി ഇരുത്തി. അവൻ അവളുടെ വിളിയിൽ ഞെട്ടിയിരുന്നു പോയി. ഡോക്ടർ എന്നല്ലാതെ അവൾ തന്നെ വേറൊന്നും വിളിച്ചിട്ടില്ല. ആ വിളി അവളായിട്ട് മാറ്റാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്. അവന്റെ കണ്ണുകൾ ആ അവസ്ഥയിൽ സന്തോഷത്താൽ തിളങ്ങി. തറയിൽ കുപ്പി പൊട്ടിക്കിടന്ന് കണ്ടൂടെ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ട്. താൻ അനുഭവിക്കുന്നതിനേക്കാൾ വേദന അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവന് തോന്നിപ്പോയി. അവൾ അവന്റെ കാലെടുത്ത് തന്നെ മടിയിലേക്ക് വെച്ച് അവന്റെ കാലിലായി തുളഞ്ഞു കയറിയ ചെറിയ കുപ്പിച്ചിൽ പുറത്തേക്ക് എടുത്തു. വേദന കൊണ്ട് അവൻ എരിവ് വലിച്ചു. അവളുടെ കണ്ണീർ അവന്റെ പാദങ്ങളിൽ വീണു. അവൾ അവിടുന്ന് എണീറ്റ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ പോയതും ആദിയുടെ കൈകൾ അവളിൽ മുറുകി. എവിടെ പോവാ? മുറിവ് ക്ലീൻ ചെയ്യണ്ടേ? വേണ്ട, ഇതൊക്കെ ചെയ്യാൻ നീയാരാ? നീയല്ലേ ഉപേക്ഷിച്ച് പോകാനൊക്കെ പറഞ്ഞ്? വാശി കാണിക്കേണ്ട സമയമല്ലേ? ബ്ലഡ് പോകുന്നു. വിട്. വിടില്ല ദൈവം. ഇന്ന് ഹോസ്പിറ്റൽ വന്ന നീ പെട്ടെന്ന് ഇവിടെത്താനുള്ള കാരണം പറയാതെ ഞാൻ നിന്നെ വിടില്ല. പ്ലീസ് വിട്. നീ പറയുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും. നീയും. അവൾ അവന്റെ കാലിലേക്ക് നോക്കി. മുറിവിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. അവന്റെ വാശി നിറഞ്ഞ മുഖം നോക്കി അവൻ അവളെ നോക്കി ഇരിക്കുകയായിരുന്നു. പറ. അത് എന്റെ ജാതകദോഷം കാരണമാണ് ഡോക്ടർക്ക് ഇങ്ങനെ വന്നത്. അവളുടെ മറുപടി കേട്ടത് അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. എങ്ങനെ വന്നെന്ന്? ആക്സിഡന്റ്. നീ എന്താ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ആര് പറയും മണ്ടത്തരങ്ങള്? പറയാൻ. വല്യമ്മ. രാധിക വല്യമ്മയോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരെന്തെങ്കിലും പ്രാന്ത് പറഞ്ഞെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം? പറദേവ, ആണോ? അവളുടെ അടിവീണ കവിളിൽ കൈകൾ കൊണ്ട് തഴുകി അവൻ ചോദിച്ചു. അവളുടെ കവിളിൽ കണ്ട പാട് കണ്ട് അവന്റെ മനസ്സ് വിങ്ങി. ഞാൻ കാരണം ഡോക്ടർക്കൊന്നും പറ്റരുതെന്ന് കരുതിയ കരച്ചിൽ കാരണം അവളുടെ ശബ്ദമിടറി. സ്റ്റോപ്പ് ദിസ് ഫൂളിഷ്നെസ്. ഒരു ജാതകം. അവരാണോ നിന്റെ ജാതകം എഴുതിയേക്കുന്നത്? എനിക്കറിഞ്ഞാലുണ്ടല്ലോ. ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ ആരോടും പറയാതെ ഇറങ്ങിയേക്കുന്നു. അവൻ ദേഷ്യത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അവൾ അവന്റെ കൈകൾ പിടിച്ച് നടന്നു. മുറിവ് ഡ്രസ് ചെയ്ത് തരാം. വേണ്ട, നീ ചെയ്യണ്ട. എന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ എനിക്ക് വേദനിച്ചാൽ നിനക്കെന്താ? അത് കേട്ടത് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്താടി? ഇവിടെ ഇരിക്കും. ഇല്ല. ഞാനെല്ലാം പറഞ്ഞില്ലേ, പിന്നെന്താ? അപ്പൊ എനിക്കങ്ങനെ പറയാൻ തോന്നി. ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ തോന്നി. പ്ലീസ് ഇവിടെ ഇരിക്കും. ഇല്ല. അവൾ ബലമായി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുത്തി. അവനൊന്നും പറയാതെ അവിടെ ഇരുന്നു. അവൾ വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവന്റെ കാലിന്റെ മുറിവിലേക്ക് മരുന്ന് തേച്ചു കൊടുത്തു. അവൾ പതിയെ അവിടെ ഊതിക്കൊടുത്തു. അവളുടെ ചുടുശ്വാസം ഏറ്റതും ആ ഒരു സുഖമുള്ള വേദന അവനിൽ ഉണർന്നു. മുറിവെല്ലാം ഡ്രസ് ചെയ്ത് അവൾ എഴുന്നേറ്റു. അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയി. എവിടെ പോവാ? ഇവിടെ ഇരിക്കും കുറച്ചു നേരം. കാല് വേദനയാണല്ലേ? കാലല്ല, മനസ്സിലാ വേദന. നിനക്കെന്നെ ഉപേക്ഷിക്കാൻ കഴിയോ ദേവ? ഒരിക്കലും കഴിയില്ലെന്ന് അവളുടെ മനസ്സ് അലറി പറഞ്ഞു. പറ, നിനക്ക് കഴിയോ? അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പറ മോളെ. അവളില്ലെന്ന് തലയാട്ടി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ചേർത്ത് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. മതി ദേവ. കരഞ്ഞുകൊണ്ടിരുന്നവൾ അവൻ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചു വരുത്തി കണ്ണീര് തുടച്ചു നീക്കി. കവിളിൽ അവന്റെ വിരൽപ്പാട് കണ്ടതും അവന്റെ ചുണ്ടുകൾ അവിടെ അമർന്നു. സോറി മോളെ, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ തല്ലിപ്പോയത്. സോറി. അവന്റെ കണ്ണീർ അവളുടെ കവിളിലൂടെ ഒഴുകി. അവൾ പൊള്ളിപ്പിടഞ്ഞു പോയി.
തന്റെ മുഖത്ത് അമർന്നിരിക്കുന്ന അവന്റെ മുഖമുയർത്തി അവൾ അവന്റെ കണ്ണീര് തുടച്ചു നീക്കി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തി മുത്തി. ദാ നീ ഇതെവിടെയാ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു. നന്ദ എവിടെ? ആദ്യം ഫോണെടുത്ത് സഞ്ജയ് ചോദിച്ചു. ഞാൻ ദേവയുടെ വീട്ടിലാ. ദേവന്റെ കൂടെയുണ്ട്. അവൾ ആരോടും പറയാതെ എവിടെ പോയതാ? അമ്മയ്ക്കോട് വിഷമിച്ചിരിക്കുക. അത് ഞാൻ പറയാം. അമ്മയോട് പറഞ്ഞേക്ക് അവളെന്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ വല്യമ്മ അവിടെ ഉണ്ടോ? വല്യമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും കൂട്ടി നീ തറവാട്ടിലേക്ക് വാ. ഞാൻ ദേവൻ കൂട്ടി അവിടേക്ക് എത്തിക്കോളാം. ആ ഓക്കേടാ. തന്റെ പെണ്ണിനെ വിഷമിപ്പിച്ചവരെ നേരിടാനായി അവന്റെ മനസ്സിൽ പല കണക്കൂട്ടലുകളും നടന്നു. ചപ്പാത്തി ചൂടാണോ ദേവ? നന്ദയുടെ വയറിലൂടെ വലത് കൈക്കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിൽ താടി ചേർത്തവൻ ചോദിച്ചു. അവന്റെ പിടുത്തത്തിൽ അവളുടെ കയ്യിലിരുന്ന ചട്ടകം താഴെ വീണു. അവന്റെ താടിയും മീശയും കൊണ്ട് ഇക്ലിയെ അവൾ തോൾ വെട്ടിച്ചു. പേടിച്ചു പോയോ? അവളുടെ തോളിൽ ചുണ്ടുകൾ ഇഴച്ചു നീക്കിയവൻ ചോദിച്ചു. അവന്റെ ചുംബനത്തിൽ അവളുടെ ശരീരം വിറകൊണ്ടു. മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു. ശരീരം തളർന്നതുപോലെ ഒരു ബലത്തിനായി അവളുടെ കൈകൾ സ്ലാബിന് മുകളിലായി അമർന്നു. അവളുടെ ഭാവമാറ്റം ആസ്വദിച്ച് അവൻ അവളുടെ ഇടങ്കഴുത്തിൽ പല്ലുകളാഴ്ത്തി. അവൻ അവളിലേക്ക് ചേർന്ന് അവളുടെ ടോപ്പിനുള്ളിലൂടെ വലത് കൈ കടത്തി വയറിലായി മെല്ലെ തഴുകി. ദേവാ, എന്ത് സോഫ്റ്റ് ആടി, കടിച്ചെടുക്കാൻ തോന്നാ ദേവാ. അവളുടെ ചെവിയിൽ ചെറുതായി കടിച്ചവൻ പറഞ്ഞു. അവന്റെ കൈകൾ വയറിൽ അമർന്നു. ദേഹമാകെ കുളിരാർന്നതുപോലെ അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. മിന്നൽ പിണർ പാഞ്ഞതുപോലെ അവൾ വിറച്ചുപോയി. വേണ്ട. വയറിൽ പരതിയും മുറുകിയും നടക്കുന്നവന്റെ കയ്യിൽ പിടിമുറുക്കി അവൾ തടഞ്ഞു. വേണം ദേവ. അവളുടെ ചെവിയുടെ താഴെ അമർത്തി ചുംബിച്ചവൻ പറഞ്ഞു. ദേവാ. അവൾ വിവശയായി മൂളി. ഐ നീഡ് ടു മെഷർ ദി ഡെപ്ത് ഓഫ് ഇറ്റ്. അത് പറഞ്ഞതും അവന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ നാഭിച്ചൂഴിയുടെ ആളമഴന്നു. ആ ദേവേട്ട. പെരുവിരൽ കുത്തിയവൾ നിലത്തു നിന്ന് ഉയർന്നു. നാഭിച്ചൂഴിക്ക് ചുറ്റും അവൻ വിരലുകളാൽ വൃത്തം വരച്ചു. ദേവാ. മൂളാൻ പോലും ആകാതെ അവൾ തളർന്നുപോയി. ഐ വാണ്ട് ടു കിസ് ഹിയർ. നാഭിച്ചൂഴിയിൽ നിന്ന് വിരലുകൾ മാറ്റാതെ അവൻ പറഞ്ഞു. അവളുടെ ശ്വാസഗതി ഉയർന്നു. അവൻ ഉടൻ തന്നെ അവളെ തിരിച്ചു നിർത്തി ഭിത്തിയിലേക്ക് ചേർത്തു. അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. നെഞ്ചിരിപ്പ് ഉയർന്നു. അതിന്റെ ഫലമായി അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു. ദേവാ. അവളുടെ ചെവിയിൽ അവന്റെ ചുടുശ്വാസമേറ്റത് അവളുടെ മിഴികൾ പിടഞ്ഞു. അവളുടെ വിറയൽ കൂടി. ഒരു വാക്ക് പോലും പറയാനാവാതെ അവളുടെ ശരീരം തളർന്നു പോയി. താങ്ങിനെന്നോണം അവളുടെ കൈ അവന്റെ തോളിൽ മുറുകി. ദേവാ. അവന്റെ ചുണ്ടുകൾ അവളുടെ ചെവിയുടെ താഴെ അമർന്നു. അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. കാതിൽ നിന്ന് അവന്റെ ചുണ്ടുകൾ കഴുത്തിലൂടെ അരിച്ചിറങ്ങി. ദേവ എന്ന് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവളുടെ മുഖത്തും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. നാവ് കൊണ്ടവൻ കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളിയെ ഒപ്പിയെടുത്തു. അവളുടെ നെഞ്ചിലേക്ക് അവൻ ചെവി ചായച്ചു. ഇടിച്ച് പൊട്ടിക്കോ പെണ്ണേ. ദേവേട്ട. അപ്പോഴേക്കും അവളുടെ കൈവിരലുകൾ അവന്റെ മുടിയിലായി കോർത്തു വലിച്ചു. അവളുടെ വലത് കൈ അവളുടെ വയറിലേക്ക് അരിച്ചു കയറി. മെല്ലെ മുഖം താഴ്ത്തിയവൻ ടോപ്പ് പൊക്കി. ഇളം റോസ് നിറമുള്ള വയറിൽ അവൻ തഴുകി. കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. മുഖം ഒരു വശത്തേക്ക് ചരിച്ച് ശ്വാസം എടുക്കുന്നവളെ കുറുമ്പോടെ നോക്കിയവൻ അവളുടെ നാഭിച്ചൂഴിയിലേക്ക് അമർത്തി ചുംബിച്ചു. കാലുകൾ കുത്തി അവൾ ഉയർന്നു. അവളുടെ ഇടുപ്പിൽ കൈകൊണ്ട് അമർത്തിയവൻ അവിടെ നാവുകൾ ആഴ്ത്തി. ദേവേട്ട. അവന്റെ മുടിയിൽ കോർത്ത് വലിച്ചവൾ അവളിലേക്ക് അമർത്തി. അവന്റെ നാവും നാഭിച്ചൂഴിക്ക് ചുറ്റും കളം വരച്ചു. ഉമിനീരിനാൽ കുതിർത്തു. മെല്ലെ അവിടെ പല്ലുകളാഴ്ത്തിയത് അവൾ അവന്റെ മുഖം ബലമായി മാറ്റി. ഭിത്തിയിലേക്ക് തിരിഞ്ഞെന്ന് കിതച്ച് അവനൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. കിതക്കുന്ന അവളുടെ പിൻകഴുത്തിലെ വിയർപ്പ് തുള്ളികളെ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. അവളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി നിന്നു. മുടിയിൽ നിന്ന് വമിച്ച മണം അവൻ ആഞ്ഞു ശ്വസിച്ചു. എന്ത് മണമാണ് പെണ്ണെ നിനക്ക്. ഐ കാൻ കൺട്രോൾ മൈസെൽഫ് ദേവ. ദേവേട്ട. അവനൊന്ന് മൂളി മുടികൾ വകഞ്ഞു മാറ്റി അവന്റെ ചുണ്ടുകൾ അവളുടെ പുറംകഴുത്തിൽ പതിഞ്ഞു. അവളുടെ ദേഹത്തേക്ക് അമർന്നിന്ന് അവളുടെ പിൻകഴുത്തിൽ ചുംബനം വർഷിച്ചു. മാതി ദേവേട്ട. കിതപ്പോടുകൂടി അവൾ പറഞ്ഞു. തളർന്ന പെണ്ണേ. അവളുടെ തോളിൽ മൃദുവായി കടിച്ചോണ്ടാൻ ചോദിച്ചു. ഒരു കൈ അവളുടെ വയറിലൂടെ ചുറ്റി വയറിൽ മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു.
അവൾ ആ കൈകളിൽ പിടുത്തമിട്ട് തടഞ്ഞു. അവൻ അവളെ തിരിച്ചു നിർത്തി നെഞ്ചോരം ചേർത്തു. നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കുന്നു നിന്റെ ഇഷ്ടത്തോടെയും സമ്മത്തോടെ ആയിരിക്കും ദേവ. പക്ഷേ ഇതുപോലുള്ള കുറുമ്പുകളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. അവളുടെ തലയിൽ തഴുകിയവൻ പറഞ്ഞു. ഏറെ നേരം അവന്റെ ഹൃദയതാളം കേട്ടവൾ അവിടെ പതുങ്ങി നിന്നു. ചപ്പാത്തി കരിഞ്ഞു പോയി വേണ്ടേ? അയ്യോ! പെട്ടെന്ന് അവൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് നോക്കി. കരിഞ്ഞിരിക്കുന്ന ചപ്പാത്തി കണ്ടവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അവൻ കുനിഞ്ഞവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ പകച്ചുപോയി.